പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹീതമായ ഈ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് സംഗമിപ്പാൻ സർവശക്തൻ തന്ന സന്തുഷ്ട സമയത്തിനായി ഞാൻ സ്തോത്രം ചെയ്ത ദൈവത്തെ ആരാധിക്കുകയാണ്. 4200 മതങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. 45,000 ക്രൈസ്തവ സംഘടനകൾ ഇന്ന് ലോകത്തിലുണ്ട്. അവരൊക്കെ നമ്മുടെ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ തക്ക നിലയിൽ ഇത് ഒരു ആത്മീക ഉണർവിൻ്റെ യോഗമായി മാറാൻ പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? അക്കര ഉയർത്തി ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പറയാം, കർത്താവേ, ഇത് ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളിലൂടെ ആയിരങ്ങൾക്ക് അനുഗ്രഹവും അനുഭവമായി തീരണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. അവിടെയാണ് ഇതിൻ്റെ മഹത്വം ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഫിലദൽഫിയ AG ഷാർജ ഒരുക്കിയ ദൈവവചന വിരുന്നിലേക്കാണ് നമ്മളിപ്പോൾ ഒന്നിച്ചു വന്നിരിക്കുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഈ മെസ്സേജുകൾ കേൾക്കണം എന്നോർപ്പിക്കുന്നു. വിഷയം എറ്റേണിറ്റി ടു എറ്റേണിറ്റി, എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ്, അഥവാ നിത്യത മുതൽ നിത്യത വരെ എന്നതാണ് നമ്മുടെ വിഷയം. നിത്യത മുതൽ നിത്യത വരെ ചെയ്യാൻ പോകുന്ന, അതിനുവേണ്ടി കൃത്യമായി നിർണയിച്ചു വച്ചിരിക്കുന്ന വിഷയങ്ങൾ ഈ പ്ലാറ്റ്ഫോം വഴി നമ്മൾ കേൾക്കുകയാണ്, പഠിക്കുകയാണ്. അനുഭവങ്ങൾ അനുഗ്രഹത്തോടെ അനുഭവിക്കുവാൻ ദൈവം അനുവാദം തന്നിരിക്കുകയാണ്. ഈ അനുവാദത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. നമുക്ക് ഒന്നിച്ച് ഇതിലേക്കൊന്ന് പ്രവേശിക്കാം. നിത്യത മുതൽ നിത്യത വരെ ആരാണ് ഈ കാര്യം വെളിപ്പെടുത്തിയത് എന്നത് ആദ്യം നമുക്ക് നോക്കാം. ഇത് വെളിപ്പെടുത്തിയത് ആരാണ്? ആ കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത്. അത്യുന്നതനായ ദൈവമാണ് ഈ കാര്യം വെളിപ്പെടുത്തിയത്. വായിക്കാം. ഉൽപ്പത്തി 17:1. ഉൽപ്പത്തി 17:1. 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ഓൾമൈറ്റി ഗോഡാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം. 954 ടൈറ്റിലുകളുള്ള ഒരു പേര് മാത്രം, ഒരു നാമം മാത്രമുള്ള സർവശക്തിയുള്ള ദൈവമാണ് ഈ വിഷയം ക്രമീകരിച്ചിരിക്കുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്നത്, വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് നമ്മുടെ അറിവിലുണ്ടായിരിക്കണം. ഇത്ര വലിയ ദൈവത്തിൻ്റെ നിർണയം എന്താണ് എന്ന കാര്യം നമ്മൾ ശാന്തമായി പഠിക്കുവാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്. ഉൽപ്പത്തി 21:33 യെശയ്യാവ് 40:28 ഈ ദൈവം ആര് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ട് വേണം നമ്മുടെ പഠനം ആരംഭിക്കുവാൻ. നമുക്ക് വായിക്കാം. ഉൽപ്പത്തി 21:33. അബ്രഹാം ബർശേബയിൽ ഒരു പിചുല വൃക്ഷം നട്ടു, നിത്യ ദൈവമായ യഹോവയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധന കഴിച്ചു. യഹോവ ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം എറ്റേണൽ ഗോഡ്, എവർലാസ്റ്റിംഗ് ഗോഡ്, നിത്യ ദൈവമാണ്. ഈ അറിവ് ആദ്യം നമുക്കുണ്ടാകണം. യെശയ്യാവ് 40:28 യഹോവ നിത്യദൈവം എന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നു. യഹോവ നിത്യദൈവം. ഇത് ആദ്യമേ അറിയുവാൻ വേണ്ടി ഞാൻ ഓർപ്പിക്കാനുള്ള കാരണം പറയാം. നമ്മുടെ വിഷയം നിത്യത മുതൽ നിത്യത വരെയാണ്. നിത്യദൈവത്തിന് മാത്രമേ നിത്യത മുതൽ നിത്യത വരെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുകയാണ്, നിത്യദൈവത്തിന് മാത്രമേ നിത്യതയുടെ കാര്യങ്ങൾ മുഴുവൻ, നിത്യത മുതൽ നിത്യത വരെയുള്ള എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുവാൻ, വായിച്ചറിയാൻ കഴിയുന്നത് കൃത്യമായി നിത്യദൈവത്തിന് മാത്രമാണെന്ന് അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ് നമ്മളത് എടുത്തു പറയുന്നത്? ചരിത്രത്തിൽ ഉളവായ ഒരു ദൈവത്തിനും നിത്യ കാര്യങ്ങൾ പറയാൻ കഴിയില്ല. നിത്യതയുടെ കാര്യങ്ങൾ പറയണമെങ്കിൽ നിത്യനായ ദൈവത്തിന് മാത്രമേ പറ്റുകയുള്ളൂ. ആ ദൈവത്തെ കണ്ടവരാണ് നമ്മൾ എന്നറിയുന്നവരുണ്ടെങ്കിൽ കൈകൾ ഉയർത്തി
ഒന്ന് സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ട്. ദൈവത്തെ കണ്ടവരാണ് നമ്മൾ. എങ്ങനെ കണ്ടു? നമ്മുടെ ആന്തരിക കണ്ണുകൊണ്ട് നമ്മൾ ഒന്നിച്ച് ക്രൂശ് വഴി ദൈവത്തെ കണ്ടവരാണ് നമ്മൾ. ഇനി അത് കാണുന്ന വിധം എന്താണ്? അത് നമുക്ക് പിന്നാലെ ഓരോന്നോരോന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിലേക്ക് നമ്മളിപ്പോൾ കടക്കുകയാണ്. നമുക്കിതൊന്ന് വായിക്കാം. 90-ാം സങ്കീർത്തനം 2-ാം വാക്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. God is before formation the earth and the world, even from everlasting to everlasting thou art God. ഇത് വളരെ ചിന്താർഹമായൊരു വാക്യമാണ്. 90-ാം സങ്കീർത്തനം അതിലെ 2-ാം വാക്യം മലയാളം കൂടെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് വായിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു ഒരുമിച്ച്. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ദൈവം ആര് എന്നതിൻ്റെ വലിയൊരു മറുപടി 90-ാം സങ്കീർത്തനത്തിൽ കാണുന്നു. എന്താണത്? നീ പർവ്വതങ്ങൾ ഉണ്ടാകും മുമ്പ്, ഭൂമി ഉണ്ടാകും മുമ്പ്, ഭൂമണ്ഡലം ഉണ്ടാകും മുമ്പ്, അത് നിർമ്മിക്കും മുമ്പ് ദൈവം ആരാണ്? ദൈവം നിത്യദൈവമാണ്. സൃഷ്ടിക്ക് മുമ്പുള്ള ഏക ദൈവത്തെ വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ എന്നറിയുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ട്. സൃഷ്ടിക്ക് മുമ്പുള്ള ദൈവത്തെയാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. ഇവിടെ ബൈബിളിന്റെ മഹാത്മ്യം കൊണ്ട് അറിഞ്ഞിരിക്കുക. നിത്യത മുതൽ നിത്യത വരെ നടക്കേണ്ട 52 വിഷയങ്ങൾ, 52 ടോപ്പിക്സ് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം മറക്കരുത്. പിന്നാലെ നമുക്കത് മനസ്സിലാക്കാം. അതിലെ ഒരു വിഷയം തന്നെ എത്രയോ ബ്രാഞ്ചസ് ആണ് എന്ന് കാണുമ്പോൾ ഞെട്ടും നമ്മൾ ഈ വിഷയത്തിൽ. അത്രയ്ക്ക് വിലപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. പ്രപഞ്ചം ഉണ്ടാകും മുമ്പുള്ള ദൈവത്തെ നേരിട്ട് പരിചയപ്പെടാൻ വേണ്ടി കാൽവറിയിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത്, ഇറക്കി വിട്ട പിതാവിൻ്റെ സ്നേഹത്തെ ഓർത്ത് നമ്മുടെ കൈ ഉയർത്തി ഒന്നിച്ച് മഹത്വം നമുക്ക് ദൈവത്തിന് കൊടുക്കാം. എത്ര വലിയ ദൈവം, എത്ര വലിയ സ്നേഹം! ആ നിത്യ സ്നേഹത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഇവിടെയാണ് സൃഷ്ടിക്ക് മുമ്പുള്ള ദൈവം. പ്രൈസ് ദി ലോർഡ്. സൃഷ്ടിക്ക് മുമ്പുള്ള ദൈവം എന്ന കാര്യം നമ്മളിവിടെ പഠിച്ചു. പ്രപഞ്ചം സൃഷ്ടിക്ക് മുമ്പ് ദൈവമുണ്ട്. ഇവിടെ ഒരു വാക്ക് ശ്രദ്ധിച്ചു പോകുന്നത് നല്ലതാണ്. ഒന്ന് വായിച്ചു തരാം, മലയാളം വായിക്കുക എല്ലാവരും ഒരുമിച്ച്. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ഒന്നുകൂടെ എടുത്ത് ഞാൻ വായിക്കുകയാണ്, ശ്രദ്ധിക്കുക. നിർമ്മിക്കുക എന്ന വാക്ക്, സൃഷ്ടിക്കുക എന്ന പദം രണ്ട് കാര്യങ്ങളാണ്. പിന്നാലെ നമ്മൾ വിശദീകരിക്കും. അപ്പോൾ സൃഷ്ടിക്കും മുമ്പ്, നിർമ്മിക്കും മുമ്പ് ഉള്ള ദൈവത്തെയാണ് നമ്മുടെ മീറ്റിങ്ങിൽ, നമ്മുടെ സന്ദേശത്തിൽ ആദ്യമായി നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ ഒരു ദൈവത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷമുള്ളവർ ഈ മീറ്റിങ്ങിൽ എത്ര പേരുണ്ട്? ആമേൻ. എനിക്ക് അങ്ങനെ ഒരു ദൈവത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞല്ലോ. പ്രൈസ് ദി ലോർഡ്. പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുൻപ്, നിർമ്മിക്കുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന ദൈവം, ഉള്ള ദൈവം, ഇനിയുമുള്ള ദൈവം, ആ വലിയ ദൈവത്തെ കാണാൻ, അനുഭവിക്കാൻ, കേൾക്കാൻ ആ ദൈവം നിത്യനിർണയങ്ങളിൽ പറഞ്ഞു വച്ചിട്ടുള്ള 52-ലധികം ടോപ്പിക്സ് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കാൻ പോവുകയാണ് നമ്മൾ. അത് വളരെയേറെ ആഴത്തിൽ കാണാൻ നമുക്ക് ദൈവം കൃപ ചെയ്യേണ്ടതിനായി സന്തോഷമുള്ളവരെല്ലാം കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ട്. ദൈവത്തിന്റെ മഹാത്മ്യത്തിലേക്ക് നമ്മൾ വീണ്ടും ഒന്ന് കടക്കുവാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക. Nehemiah 9 verse 5. Jehovah your God from everlasting to everlasting. മതി. അടുത്തത് Psalms 103 verse 17. Jehovah is from everlasting to everlasting. നെക്സ്റ്റ്. Psalms 106 verse 48. Jehovah the God of Israel from everlasting to everlasting. യഹോവ നിത്യത മുതൽ നിത്യത വരെയുള്ള ദൈവമാണെന്ന് എഴുതിയ എൻ്റെ അറിവിലെ ഏക രേഖയാണ് ബൈബിൾ.
പ്രൈസ് ദി ലോർഡ്. ആ ബൈബിൾ നമ്മുടെ കയ്യിൽ പിടിക്കാനുള്ള ഭാഗ്യം ലഭിച്ചതിന് സന്തോഷമുള്ളവർ എത്ര പേര് മീറ്റിങ്ങിലുണ്ട്? ചരിത്രത്തിൽ കയറി വന്ന് ചരിത്രത്തിൽ തീരുന്ന ദൈവമല്ല ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം. ചരിത്രത്തിന് മുമ്പുള്ള ദൈവം, ചരിത്രം തീർന്നാലും തുടരുന്ന ദൈവം, നിത്യത മുതൽ നിത്യത വരെയുള്ളൊരു ദൈവമാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം. ആ ദൈവമാണ് ഭൗമമണ്ഡലത്തിൽ വന്ന് നമുക്ക് വേണ്ടി ജീവൻ തരാൻ തയ്യാറായത്. ആ സ്നേഹത്തിന്റെ വലുപ്പം ഓർത്താണ് സുനിൽ ആദ്യം പാടിയത്, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം. അതോർത്ത് നമ്മുടെ കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ അത് ചിന്തയിൽ അടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മുമ്പോട്ട് പോകണം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, നിത്യത മുതൽ നിത്യത വരെയുള്ള ദൈവത്തെയാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. നിത്യനായ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ആദ്യം നമുക്ക് ലഭിച്ചിട്ട് വേണം പോകുവാൻ. ഇവിടെ ഞാൻ ഒരു കൊച്ചു കാര്യം വെളിപ്പെടുത്തുകയാണ്. ഒന്ന് ശ്രദ്ധിക്കാമോ എല്ലാവരും? ഒന്ന് വായിക്കാമോ? സുനിൽ ഒന്ന് വായിക്കാൻ പറ്റുമോ? മൈക്ക് ഓൺ ചെയ്തിട്ട്, ഡിവൈസ് ഓൺ ചെയ്തിട്ട്. റൈറ്റ്. Almighty has revealed his in scripture. The Bible records 52 topics from eternity to eternity. നിത്യത മുതൽ നിത്യത വരെ 52 വിധ ടോപ്പിക്സ് എഴുതിയ ഏക രേഖ ഞാൻ വായിച്ചതിൽ ബൈബിളെ കണ്ടിട്ടുള്ളൂ. ആമേൻ. ഇത്രയ്ക്കധികം വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചത് മനുഷ്യനോട് ബന്ധപ്പെട്ടാണെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? മനുഷ്യനോട് ബന്ധപ്പെട്ടാണ് ഇത്രയധികം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതെല്ലാം നമ്മളും ദൈവമായിട്ട് നിത്യതയിൽ ചെന്ന് ബന്ധപ്പെടണമെന്ന് പറയുന്നവരുണ്ട്. അതിന്റെ വിശദീകരണങ്ങൾ പിന്നാലെ പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് അല്പം കൂടെ മുമ്പോട്ട് പോകേണ്ടതുണ്ട് നമ്മൾ വിഷയത്തിലേക്ക് എത്തുവാൻ വേണ്ടി. എന്താണ് നിത്യത? എന്താണ് ചരിത്രം? നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. എന്താണ് നിത്യത? എന്താണ് ചരിത്രം? പ്രൈസ് ദി ലോർഡ്. അത് സെക്കുലർ വിങ്ങിൽ എങ്ങനെ, സ്ക്രിപ്ചർ വിങ്ങിൽ എങ്ങനെ? സെക്കുലർ വിങ്ങിലെ ടീച്ചിങ്സ് ഉണ്ട്. സ്ക്രിപ്ചറിൽ തരുന്ന അഥവാ തിരുവെഴുത്ത് പഠിപ്പിക്കുന്ന പാഠഭാഗം വേറെ, ലോകത്തിലെ പ്രിയപ്പെട്ടവർ പഠിപ്പിക്കുന്ന പാഠഭാഗം വേറെ. നിത്യതയെക്കുറിച്ച് ഇവിടെ ഫിലോസഫേഴ്സ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ 4500 ഡിനോമിനേഷൻസ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. 4200 മതങ്ങളിൽ ചില മതങ്ങൾ നിത്യതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ വലിയ വ്യത്യാസത്തിലാണ്. അപ്പൊ ഇതിന്റെ ഒറിജിൻ മനസ്സിലാക്കാൻ കഴിയാൻ നമ്മളിപ്പോൾ താഴോട്ട് പോവുകയാണ്. നിങ്ങൾ 1 മിനിറ്റ് ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. എങ്കിലേ നമുക്കത് മനസ്സിലാകുകയുള്ളൂ. ഇത് ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? നിത്യത എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് പറ്റിയ ഒരു ചിത്രമാണിത്. തുടക്കവുമില്ല ഒടുക്കവുമില്ലാത്തതാണ് നിത്യത. പ്രൈസ് ദി ലോർഡ്. ഈ റൗണ്ടിന് തുടക്കമില്ല ഒടുക്കമില്ല, അതാണ് നിത്യത. ഈ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. തുടക്കമില്ലാത്തതും ഒടുക്കമില്ലാത്തതുമാണ് നിത്യത. പൊതുവായി അറിയുന്ന അറിവാണിത്. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. നോ ബിഗിനിങ് നോ എൻഡ്. ഈ അറിവിലേക്ക് നമ്മൾ വരണം. അപ്പൊ തുടക്കമില്ലാത്ത ഒടുക്കമില്ലാത്ത നിത്യതയെക്കുറിച്ചാണ് പൊതുവായി ലോകം അറിയുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. പോരാ, ഇതൊരു വായന ഭാഗമാണ്. ഡ്യൂറേഷൻ ഓർ കണ്ടിന്യൂസ് വിതൗട്ട് ബിഗിനിങ് ഓർ എൻഡ്. ഇതാണ് പൊതുവായി നിത്യതയെക്കുറിച്ച് എല്ലാ പണ്ഡിതന്മാരും എൻസൈക്ലോപീഡിയ ഡിക്ഷണറി ഒക്കെ പറയുന്നത്, പൊതുവായി പറയുന്നത്. ചരിത്രം അങ്ങനെയല്ല. ചരിത്രത്തിന് തുടക്കമുണ്ട്, ചരിത്രത്തിന് അവസാനമുണ്ട്. നമുക്ക് വായിക്കാം. ഉൽപ്പത്തി 1:1, വെളിപ്പാട് 10:6. ഇത് രണ്ടും വായിച്ചിട്ട് വേണം നമുക്ക് മുമ്പോട്ട് പോകുവാൻ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു.
വെളിപ്പാട് 10:6. ഇനി കാലം ഉണ്ടാകയില്ല. ആദിയിൽ എന്ന വാക്കിന്റെ ഒരാഴം കണ്ടിട്ട് വേണം ഇവിടുന്ന് പോകുവാൻ. സൃഷ്ടിയുടെ ആദി, സമയത്തിന്റെ ആദി, ചരിത്രത്തിന്റെ ആദി. ആദിയിൽ എന്ന് പറയുമ്പോൾ ഇൻ ദ ബിഗിനിങ്, ഏതിന്റെ? ക്രിയേഷന്റെ, ഹിസ്റ്ററിയുടെ, ടൈമിന്റെ, എല്ലാത്തിന്റെ ആദി എന്ന വാക്കാണത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അറിഞ്ഞിരിക്കണം, പ്രപഞ്ചം ഇല്ലാതിരുന്ന കാലത്തെക്കുറിച്ച് പൊതുവായി പറയുന്നൊരു വാക്കാണ് എക്സ് നിഹില്ലോ, ഒന്നുമില്ലായ്മ. എക്സ് നിഹില്ലോ, ഒന്നുമില്ലായ്മ. ഒന്നുമില്ലാത്തിടത്തുനിന്ന് ചിലത് വരുമോ എന്ന ചോദ്യത്തിന് ഉവ്വ് എന്ന് പറയാൻ കഴിയുന്ന പുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ. സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? ഒന്നുമില്ലായ്മയിൽ നിന്ന്, പ്രൈസ് ദി ലോർഡ്, എന്തെങ്കിലും പുറത്തു കൊണ്ടുവരാൻ കഴിയുമോ എന്ന ചോദ്യത്തിന്റെ മറുപടി എന്തെങ്കിലുമല്ല, ദൈവം നിർണയിച്ചതെല്ലാം ഒന്നുമില്ലായ്മയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയും. അങ്ങനെയെങ്കിൽ നമ്മുടെ ഭാവിയെ നോക്കി നമുക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് ഖേദിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ നിന്ന് കൃത്യമായി ഒരു പ്രപഞ്ചത്തെ കൊണ്ടുവരാൻ കഴിഞ്ഞ ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ മുമ്പിൽ നോക്കുമ്പോൾ ശൂന്യമായി കിടക്കുന്ന സ്ഥലമാണ്, ശൂന്യമായി കിടക്കുന്ന മണ്ഡലങ്ങളാണ്, ശൂന്യമായി കിടക്കുന്ന ജോലിയാണ്, ശൂന്യമായിരിക്കുകയാണ് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞു പോകുന്നു. അവിടെ ഒരു വാക്ക് മതി, ഒരു രേമ മതി, എല്ലാം പുറത്തു വരുവാൻ എന്നറിയുന്നവർ എത്ര പേരുണ്ട്? നമ്മുടെ ജീവിതത്തിൽ ദൈവം അത് ചെയ്യും എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. സന്തോഷത്തോടെ നമുക്കൊരു ഹല്ലേലൂയ പറയാം, അല്ലേ? ദൈവം അത് ചെയ്യുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഞാനതിൻ്റെ വാക്ക് പറയാം. ഇപ്പോൾ സൃഷ്ടിയെക്കുറിച്ച് പിന്നീട് ക്ലാസ് എടുക്കുന്നുണ്ട്. നമ്മുടെ വിഷയത്തിൽ സന്ദേശങ്ങളുണ്ടല്ലോ. ഇവിടെ എല്ലാ ദിവസവും ബുധനാഴ്ച തോറും നമ്മൾ സന്ദേശം കേൾക്കാൻ പോവുകയാണ്. അതിലൊരു വാക്യം നമുക്കൊന്ന് വായിക്കാം. വായിച്ചാട്ട് സദൃശ്യ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം. അത് വായിക്കുമ്പോഴാണ് ഈ കാര്യത്തിന്റെ ആഴം മനസ്സിലാകുക. വായിച്ചാട്ട്. എട്ടാം അധ്യായം 6-ാം വാക്യം. കേൾപ്പീൻ, ഞാൻ ഉത്കൃഷ്ടമായത് സംസാരിക്കും. എന്റെ ക്ഷമിക്കണം, അധരങ്ങളെ 8:26. തുറക്കുന്നത് 8:26. അവൻ ഭൂമിയെയും വയലുകളെയും ഭൂതലത്തിന്റെ പൊടിയുടെ തുകയെയും ഉണ്ടാക്കിയിട്ടില്ലാത്ത സമയത്ത് തന്നെ. ഭൂമിയുടെ പൊടിയുടെ തുക, ഭൂതലത്തിന്റെ പൊടിയുടെ തുക എന്നാണ് മലയാളത്തിൽ. എന്നാൽ അതിന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ദ ഹയസ്റ്റ് പാർട്ട് ഓഫ് ദ ഡസ്റ്റ് ഓഫ് ദ വേൾഡ് എന്നാണ്. വിശദമായി നമുക്ക് പിന്നീട് പഠിക്കാം. ദ ഹയസ്റ്റ് പാർട്ട് ഓഫ് ദ ഡസ്റ്റ് ഓഫ് ദ വേൾഡ് എന്നാണ്. ആ വാക്ക് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ചെഴുതിക്കോളൂ. എന്താണത് എന്നൊരു വാക്ക് എബ്രായ വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ എന്ന് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളെല്ലാവരും കൃത്യമായി അത് ഗ്രഹിക്കണം. എബ്രായ വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയാം. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് എങ്ങനെയാണെന്ന് കൃത്യമായി ബൈബിളിൽ അതിന്റെ അടുക്കിന് പറഞ്ഞിട്ടുണ്ട്. അതറിയണമെങ്കിൽ ഈ വാക്ക് കൃത്യമായി മനസ്സിലാക്കുക. ദ ഹയസ്റ്റ് പാർട്ട് ഓഫ് ദ ഡസ്റ്റ് ഓഫ് ദ വേൾഡ്. ആ കാര്യം നിങ്ങൾ നന്നായി അറിയണം. നാസ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം ഞാൻ വായിച്ചു. നമ്മുടെ മൊട്ടുസൂചി ഉപയോഗിക്കാറുണ്ട്. ഈ സൂചിയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ അമ്മച്ചിമാരൊക്കെ കീറിയ തുന്നുന്ന സൂചി കണ്ടിട്ടില്ലേ? എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പൊ അത് ഉപയോഗിക്കില്ല. ഇപ്പൊ യൂസ് ആൻഡ് ത്രോ അല്ലേ.
അത് ഉപയോഗിക്കുന്നില്ല. Praise the Lord. പക്ഷെ ആ സൂചിയുടെ മുനയിലുള്ള പരമാണുക്കളെ കുറിച്ച് എഴുതി വെച്ച ഒരു രേഖ നാസയിൽ നിന്ന് ഞാൻ വായിച്ചു, നാസയുടെ സൈറ്റിൽ നിന്ന്. ആ രേഖ ഇങ്ങനെയാണ്: മൊട്ടുസൂചിയുടെ മുനയിൽ എത്ര പരമാണുക്കൾ ഉണ്ട് എന്ന് എണ്ണാൻ നമുക്ക് നേപ്പിച്ചു കൊടുക്കാം. ഇപ്പൊ 2 സയന്റിസ്റ്റുകളെ ഞാൻ ഇതിനകത്ത് കാണുകയാണ്. ഒന്ന് റോബിൻ, 2 ജെയ്സൺ. ഇരിപ്പ് കണ്ടാൽ തന്നെ സയന്റിസ്റ്റുകളാണ് തോന്നുമല്ലോ ജി പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. അവർ 2 പേരും ഞാൻ ഏൽപ്പിക്കുകയാണ് അത് എണ്ണാനായിട്ട്. 2 മണിക്കൂർ വെച്ച് അവർ ഡെയിലി എണ്ണുകയാണെങ്കിൽ നാസ പറയുകയാണ് 2.5 ലക്ഷം വർഷം വേണം അത് എണ്ണിത്തീരാൻ. ഇവിടെ ഉണ്ട് എല്ലാവരും. ഒരു സൂചിയുടെ മുനയിലുള്ള പരമാണുക്കൾ എണ്ണിത്തീരണമെങ്കിൽ 2.5 ലക്ഷം വർഷം വേണം. അത് കാണാൻ കഴിയാത്തതാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും മനസ്സിലായല്ലോ. ആദ്യം ദൈവം ഉണ്ടാക്കിയത് ഭൂമിയല്ല, ഇവയെല്ലാം ഉണ്ടാക്കും മുമ്പ് ദ ഹൈയസ്റ്റ് പാർട്ട് ഓഫ് ദ ഡസ്റ്റ് ഓഫ് ദ വേൾഡ് ആണ് ഉണ്ടാക്കിയത്. ആമേൻ. ആ വാക്കൊന്നുകൂടെ എഴുതിയ നിങ്ങൾ, ദ ഹൈയസ്റ്റ് പാർട്ട് ഓഫ് ദ ഡസ്റ്റ് ഓഫ് ദ വേൾഡ് ആണ്. അത് ഉണ്ടാക്കും മുമ്പ് നമ്മുടെ ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പരമാണുക്കൾ ഒരു റേമ കൊണ്ട്, ഒരു വാക്കുകൊണ്ട് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മുടെ ദൈവമുണ്ട്. അതിന്റെ തുക ഉണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. അതിൽ നിന്ന് ദൈവം എന്ത് ചെയ്തു? നിത്യദൈവത്തിന്റെ വലിപ്പം അറിയണമെങ്കിൽ നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. ഇതിന്റെ വിശദീകരണം നമുക്ക് പിന്നാലെ എടുക്കുന്നതാണ്. എബ്രായ ലേഖനം 11:3 ഇപ്പോൾ വായിക്കുന്നത്. വായിച്ചാട്ടെ. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അതിന് അറിയുന്നു. ഇംഗ്ലീഷ് ഒന്ന് വായിക്കാൻ കഴിയുമോ? KJV കയ്യിലുണ്ടെങ്കിൽ ഒന്ന് വായിച്ചാട്ടെ. ഒരു ട്രാൻസ്ലേഷൻ മാത്രം നമ്മുടെ മെസ്സേജിൽ എടുത്താൽ അതിന് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയാണ് നല്ലത്. പല ട്രാൻസ്ലേഷൻ എടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ പഠിപ്പിക്കാനും കേൾക്കാനും ഒക്കെ ബുദ്ധിമുട്ട് വരും നിങ്ങൾക്ക്. ഒരു ട്രാൻസ്ലേഷൻ മാത്രം നമുക്ക് തുടരാം. അത് KJV തുടർന്നാൽ നന്നായിരിക്കും. വായിച്ചാട്ടെ. Through faith we understand that the worlds were framed by the word of God, so that things which are seen were not made of things which do appear. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. The worlds were framed by the word of God. അവിടെ വേർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലോഗോസ് അല്ല. അവിടെ വേർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് റേമ എന്ന പദമാണ്. ദൈവത്തിന്റെ ഒരു വാക്കുകൊണ്ടാണ് കാണാൻ കഴിയാത്ത വസ്തുവിനെ കൊണ്ട് ഈ ലോകങ്ങളെ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഒരു ആമേൻ പറയാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? ഒറ്റ വാക്കുകൊണ്ട് ഈ ലോകങ്ങളെ മുഴുവൻ ഫ്രെയിം ചെയ്തു. അപ്പോൾ ആ വാക്ക് ഉപയോഗിച്ച് ഹയസ്റ്റ് പാർട്ട് ഓഫ് ദ ഡസ്റ്റ് ഓഫ് ദ വേൾഡ് ആദ്യം ദൈവം സൃഷ്ടിച്ചു. അതിൽ നിന്നാണ് ഫ്രെയിം ഉണ്ടാക്കിയത്. അതിനാണ് നിർമ്മിക്കുക എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. ആദ്യം സൃഷ്ടി നടത്തി. അത് ഹയസ്റ്റ് പാർട്ട് ഓഫ് ദ ഡസ്റ്റ് ഓഫ് ദ വേൾഡ് ആണ്. അതിൽ നിന്നാണ് ദൈവം എന്ത് ചെയ്തത്? നിർമ്മിച്ചത്. ഈ കാണുന്നതെല്ലാം നിർമ്മിച്ചത്. വേൾഡ്സ് വേർഡ്, ദ വേൾഡ്സ് വേർ ഫ്രെയിംഡ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. വേർ ഫ്രെയിംഡ്. ഇവിടെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം, ഇത്ര വലിയൊരു ഫ്രെയിം തയ്യാറാക്കാൻ ഒരു വാക്ക് മതിയെങ്കിൽ, ഈ പ്രപഞ്ചത്തിന്റെ ഫ്രെയിം തയ്യാറാക്കാൻ ഒരു ചെറിയ അണുവിൽ നിന്ന് മതിയെങ്കിൽ, അത്ര വലിയ ദൈവമാണ് നിത്യത മുതൽ നിത്യത വരെയുള്ള കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് അറിയാൻ സന്തോഷമുള്ളവരുണ്ടെങ്കിൽ ആ കൈ ഒന്ന് ഉയർത്തി പറയൂ, ദൈവമേ ഇതിനാഴങ്ങൾ ഞങ്ങൾക്ക് പ്രകാശിപ്പിച്ചു തരണമേ. ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. ഇതിന്റെ ആഴങ്ങൾ ദൈവം ഞങ്ങൾക്ക് പ്രകാശിപ്പിച്ചു തരണമേ. സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? ആമേൻ. നമ്മുടെ കൈയൊന്ന് അടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? ഹല്ലേലൂയ. മഹാദൈവത്തെ കുറിച്ച്, നിത്യത മുതൽ നിത്യത വരെയുള്ള ദൈവത്തെ കുറിച്ച് ബൈബിൾ പറഞ്ഞതിന്റെ തുടക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് ഉൽപ്പത്തി 1:1 ആദിയിൽ എന്നാണ്. ആദിയിൽ എന്ന് പറയുമ്പോൾ
ഞാനിവിടെ പറയുന്നു, ദ ഹയസ്റ്റ് പാർട്ട് ഓഫ് ദ ഡസ്റ്റ് ഓഫ് ദ വേൾഡിന്റെ സൃഷ്ടിയാണ് ആദ്യം. അറിഞ്ഞിരിക്കുക, ദ ഹയസ്റ്റ് പാർട്ട് ഓഫ് ദ ഡസ്റ്റ് ഓഫ് ദ വേൾഡ്, ആ സൃഷ്ടിയാണ് ആദിയിൽ, ഇൻ ദ ബിഗിനിങ് എന്ന് പറയുന്നത്. അത് മുതൽ പ്രപഞ്ചത്തിന്റെ ചരിത്രം ആരംഭിച്ചു. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? ഈ കോസ്മോസിന്റെ ചരിത്രം അത് മുതൽ ആരംഭിക്കുന്നത്. പിന്നീട് അവിടുന്ന് നിർമ്മിക്കുകയാണ്. ഈ കാര്യം ഒന്നറിയാൻ, ദൈവത്തിന്റെ വലിപ്പം കൂടെ അറിയാൻ, 2 വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുകയാണ്. നമുക്ക് ഒന്നിച്ചത് വായിക്കണം. 2 വാക്യങ്ങൾ ഏതൊക്കെയാണ്? ഉൽപ്പത്തി 1:1, നെഹമ്യാവ് 9:6. അപ്പൊ ദൈവം ആര് എന്ന വാക്ക് കൃത്യമായി മനസ്സിലാക്കാൻ ഇവിടെ തുടങ്ങുകയാണ്. ഉൽപ്പത്തി 1:1, നെഹമ്യാവ് 9:6 വായിച്ചാട്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അവിടെ സൃഷ്ടിച്ചു എന്ന പദമാണ്, ബഴ എന്ന പദമാണ്. സൃഷ്ടിച്ചു, ബഴ. നീ മാത്രം യഹോവയാകുന്നു. നീ ആകാശത്തെയും സ്വർഗാതിസ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. അവിടെ ഉണ്ടാക്കി, മെയ്ഡ്, നിർമ്മിച്ചു. ആമേൻ. ആദ്യത്തേത് സൃഷ്ടിച്ചു, ഇവിടെ മെയ്ഡ്. ആദ്യത്തേത് ക്രിയേറ്റഡ്, ഇവിടെ മെയ്ഡ്. രണ്ടാണ്. നമുക്കൊന്ന് നോക്കാം. സുനിൽ അതിന്റെ ഇംഗ്ലീഷ് വായിച്ചേൻ. ജനസിസ് ചാപ്റ്റർ 1:1, നെഹമ്യാ ചാപ്റ്റർ 9:6 ഒന്ന് വായിച്ചാട്ടെ. In the beginning, God created the heaven and earth. അവിടെ മലയാളത്തിൽ ആകാശമെന്നും ഇംഗ്ലീഷിൽ ഹെവൻ എന്നുമാണ്. ഷമായിയും സ്വർഗങ്ങൾ എന്നാണ് തർജ്ജമ. ചില തർജ്ജമകളൊക്കെ നോക്കുമ്പോൾ ഹെവൻസ് തന്നെ കാണാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ തുടക്കത്തിൽ സ്വർഗങ്ങൾ സൃഷ്ടിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. സ്വർഗങ്ങൾ സൃഷ്ടിച്ചു. പക്ഷേ ഇനി 9 ഇംഗ്ലീഷ് വായിക്കാം. Thou, even though art Lord alone, thou hast made heaven, the heaven of heavens, with all അവിടെ their വരുമ്പോൾ host. ക്രിയേറ്റഡ് ഹെവൻ എന്നല്ല, മെയ്ഡ്. ശരിയായ തർജ്ജമ ഞാൻ പറയാം, മെയ്ഡ് ഹെവൻസ്, ഹെവൻ ഓഫ് ഹെവൻസ്. സ്വർഗങ്ങളും സ്വർഗാദി സ്വർഗങ്ങളും നിർമ്മിച്ചു എന്നാ. ഉൽപ്പത്തി 1:1 സൃഷ്ടിച്ചു എന്നാ. ഇവിടെ നിർമ്മിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ സൃഷ്ടിയിൽപ്പെട്ട കാര്യങ്ങൾ എന്ത്, നിർമ്മിച്ചത് എന്ത്, നമുക്ക് പിന്നാലെ വിശദീകരിക്കാം. നമ്മുടെ ചോദ്യം ഇതാണ്, ഇവ മുഴുവനും ഒരു വാക്കുകൊണ്ട് ചെയ്യാൻ കഴിവുള്ള ദൈവമാണ് നിത്യനായ ദൈവം എന്നറിയുന്നവരുടെ ഹല്ലേലൂയ ഉറക്കെ പറയാൻ പറ്റുമോ? ഒരൊറ്റ വാക്കുകൊണ്ട് ഇവയെല്ലാം സൃഷ്ടിച്ച നമ്മുടെ ദൈവത്തെ ഓർത്ത് നമ്മുടെ കൈയൊന്നടിച്ച് സ്തോത്രം ചെയ്ത് ആരാധിക്കാൻ പറ്റുമോ? ആമേൻ. ആ ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് ഭിക്ഷാടനമില്ല. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് ഭിക്ഷാടനമില്ല. പക്ഷേ യാചിക്കാം, പ്രാർത്ഥിക്കാം, കരയാം. നമുക്ക് ഒന്നിച്ച് അടുത്തിയെല്ലാം അപ്പാ എന്ന് വിളിക്കാം. അപ്പനും മക്കളും എന്ന നിലയിൽ ആ വലിയ ബന്ധം പുലർത്താം. അങ്ങനെയാണെങ്കിൽ നിത്യത മുതൽ നിത്യത വരെയുള്ള നിത്യനായ ദൈവത്തിന്റെ വാക്ക് അതാണ് റേമ, വചനം അതാണ് ലോഗോസ്. വിശാലമായി പഠിക്കാം. ഇവയെല്ലാം ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നു, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന ഉത്തമ ബോധ്യമുള്ളവർ എത്ര പേരോട് ഇരിപ്പുണ്ട്? കഴിഞ്ഞ ദിവസം വിദേശത്ത് നിന്ന് ഒരു വ്യക്തി എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, സാറേ എല്ലാം പോയി, ഇനി എനിക്ക് ഒന്നുമില്ല. എന്തിനേറെ എൻ്റെ ഭാര്യയും മക്കളും എനിക്ക് നഷ്ടപ്പെട്ടു. നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവരവിടുന്ന് പോരേണ്ടി വന്നു. ഒറ്റപ്പെട്ടിരിക്കുക. പുള്ളി ഇനി ജയിലിലേക്ക് പോവുകയാണ്. കാരണം നിയമത്തിന് വിരോധമായി എൻ്റെ പ്രവൃത്തി ഒരെണ്ണം വന്നു എന്ന് പറഞ്ഞ് ജയിലിലേക്ക് പോവുകയാണ്. ഇനി എന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്.
അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ മറുപടി എന്ത് പറയണം? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു ഒറ്റ വാചകമാണ്, ഒരു വാക്കുകൊണ്ട് 1 ട്രില്യൺ ഗാലക്സീസ് ഫ്രെയിം ചെയ്യാൻ കഴിയുന്ന എന്റെ ദൈവത്തിന്റെ മുമ്പിലാണോ ബ്രദറെ ഈ വിഷയം ഒരു വിഷയം? ആമേൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അറിയണം, ഇത് ലോകമാകെ കേൾക്കുകയല്ലേ. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ സേവിക്കുന്ന ദൈവത്തിന്റെ വലിപ്പം അറിഞ്ഞാൽ നമ്മൾ ഭിക്ഷാടനം നടത്തുന്നവരല്ല, ബെഗേഴ്സ് അല്ല. പക്ഷെ നമ്മൾ നമ്മുടെ അപ്പന്റെ അടുത്ത് എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ധൈര്യമായി പറയാം. ഇതുവരെ ദൈവത്തെ കാണാതെ, സാക്ഷാൽ ക്രിസ്തുവിനെ കാണാതെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ബന്ധമില്ലാതെ മുൻപോട്ട് പോകുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ, ഈ ദൈവവുമായി ഉത്തമ ബന്ധം നിങ്ങൾ പുലർത്തണം. ഒരു വാക്ക് വിളിച്ചാൽ അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ഇന്ന് നമ്മുടെ മീറ്റിംഗിൽ ഈ സന്ദേശം കേൾക്കുന്നവരിൽ ആരെങ്കിലും വലിയ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ധൈര്യമായി പറയൂ, ഇത്ര വലിയ ദൈവം ഒരു വാക്കുകൊണ്ട് വേൾഡ്സ് വേർ ഫ്രെയിംഡ്, ഈ ലോകങ്ങളെ ഫ്രെയിം ചെയ്തെങ്കിൽ എൻ്റെ ജീവിതത്തെയും ഫ്രെയിം ചെയ്യാൻ കഴിയുന്ന, എൻ്റെ ജോലിയെ ഫ്രെയിം ചെയ്യാൻ കഴിയുന്ന, എൻ്റെ ചിന്തകളെ ഫ്രെയിം ചെയ്യാൻ കഴിയുന്ന എൻ്റെ ദൈവത്തിലേക്ക് ഞാനൊന്ന് കണ്ണുയർത്തട്ടെ എന്ന് പറയാൻ എത്ര പേർ തയ്യാറുണ്ട്? നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം ആര് എന്ന ചോദ്യത്തിന് മറുപടി, നിത്യത മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇതിന്റെ വിഭജനത്തിലേക്ക് നമ്മൾ മുമ്പോട്ട് വരും. ഈ ദൈവത്തെ ആദ്യം കണ്ടുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് ഒന്ന് കടക്കാം. ആമേൻ. ഇന്ന് നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും, പ്രപഞ്ചം സൃഷ്ടിക്കും മുമ്പ്, ഭൂമി സൃഷ്ടിക്കും മുമ്പ്, പർവ്വതങ്ങൾ ഉണ്ടാകും മുമ്പ് ദൈവം എന്ത് ചെയ്തു? ദ ഹൈയസ്റ്റ് പാർട്ട് ഓഫ് ദ ഡസ്റ്റ് ഓഫ് ദ വേൾഡ്. പ്രൈസ് ഗോഡ്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാചകം നിങ്ങളോട് പറയാനുണ്ട്. ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് വേണ്ട പൊടി ആദ്യം ദൈവം സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് വേണ്ട പൊടി ദൈവം സൃഷ്ടിച്ചു. നിത്യനായ ദൈവം നിത്യതയിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി ഒരു വാക്ക് ഉപയോഗിച്ച് ഫ്രെയിം ചെയ്ത ദൈവമാണെങ്കിൽ ആ ദൈവത്തെ നമുക്കൊന്ന് പിന്തുടരണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? പ്രൈസ് ഗോഡ്. താല്പര്യമുള്ളവരെല്ലാം കൈ ഉയർത്തി ദൈവത്തോട് പറയും, ദൈവമേ, അങ്ങേ ഞങ്ങൾക്ക് പൂർണ്ണമായി പിന്തുടരുവാൻ, പൂർണ്ണ മനസ്സോടെ പിന്തുടരുവാൻ, പൂർണ്ണ ഹൃദയത്തോടെ പിന്തുടരുവാൻ സഹായിക്കണമേ എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഒന്നിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. ദൈവം നമ്മുടെ കർത്താവ് നമുക്ക് തരും എന്നുറപ്പുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഇനി നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോയിട്ട് ഒരല്പം ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ശ്രദ്ധിക്കുക. ലോകം എങ്ങനെയാണ് നിത്യതയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? പ്രധാനമായ 4 വിധ പഠനങ്ങളാണുള്ളത്. അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ ആ പാഠങ്ങളൊക്കെ നമ്മുടെ ചർച്ചയിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ ബൈബിൾ എന്ത് പറയുന്നെന്നും കൂടെ അറിയണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അതിലേക്ക് നമുക്കൊന്ന് കടക്കണം. ശ്രദ്ധിച്ചാട്ടെ. 4 വിധ പഠനങ്ങളാണ് സെക്കുലർ സ്റ്റൈലിൽ കാണുന്നത്. 4 വിധ പഠനങ്ങളാണ്. ആ 4 വിധ പഠനങ്ങൾ ഏത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, ഒന്ന് വായിക്കാമോ? ആ ടൈറ്റിൽ വായിച്ചാട്ടെ. ഇവിടെ എഴുതിയിരിക്കുന്നു, സെംബിറ്റേണിറ്റി, അർദ്ധനിത്യത എന്ന് പറഞ്ഞൊരു പഠിക്കലുണ്ട്. സെംബിറ്റേണി, എപ്പോഴും നിലനിൽക്കുന്നത് എന്ന അർത്ഥത്തിൽ അർദ്ധനിത്യത എന്ന് പറയാറുണ്ട്. എല്ലാ സമയങ്ങളിലും നിലനിൽക്കുന്നത് എന്നൊരു പാഠമുണ്ട്. പിന്നാലെ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കും. പ്രൈസ് ഗോഡ്. സംശയിക്കേണ്ട. 2 പത്രോസ് 3:4 ഒന്ന് വായിച്ചു ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം. All things continue as they were from the beginning of the creation. തുടക്കം മുതലേ ഇതിപ്പോ നിലനിൽക്കുകയാണ്, ഇനി അത് അസ്തമിക്കുന്നില്ല എന്നിങ്ങനെ നിത്യതയെക്കുറിച്ച് സെംബിറ്റേണിറ്റി പഠിപ്പിക്കുന്നവരുണ്ട്. അത് 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്?
Praise the Lord. ഹല്ലേലൂയ. എല്ലാവർക്കും മനസ്സിലാകുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന്റെ മലയാളം വായിച്ചേ ബൈബിളിൽ നിന്ന്. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന, ആരംഭത്തിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നെന്ന് പറഞ്ഞ് സ്വന്തം മോഹത്തിൽ നടക്കുന്നവരുണ്ട്. അതിന് വിശദാംശം നമുക്ക് പിന്നെ പഠിക്കാം. ഇവിടെ അറിഞ്ഞിരിക്കണം, ഇങ്ങനൊരു സ്റ്റഡി ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റഡി അറ്റംപോറൽ എറ്റേണിറ്റി ഓർ ഇറ്റേണിറ്റി, അകാല നിത്യതയാണത്. ഇത് ഷാഢ്യമുള്ളൊരു സ്റ്റഡിയാണ്. ഒത്തിരി പേരെ ഷാഢ്യത്തിൽ പഠിപ്പിക്കുന്ന ഒരു സ്റ്റഡിയാണിത്. അതെന്താണ്? അകാല നിത്യതയിൽ സമയത്തെ ക്രമപ്പെടുത്തുവാൻ ഒരു മാർഗവുമില്ല, മുമ്പോ പിമ്പോ ഉണ്ടാകാൻ കഴിയില്ല എന്നതാണ് അറ്റംപോറൽ ഇറ്റേണിറ്റി പഠിപ്പിക്കുന്നവർ. ആമേൻ. ഇങ്ങനെ പഠിപ്പിക്കുന്നവരും നമ്മുടെ കോളേജുകളിൽ ഉണ്ടെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കണം, യേശുക്രിസ്തു പറഞ്ഞ നിത്യതയുടെ വിഭജനങ്ങൾ എന്തൊക്കെയുണ്ട്. അതിലേക്ക് നമ്മൾ വരാൻ പോകുകയാണ്. നിശ്ചയമായിട്ട് അതിലേക്ക് വരണം. അവിടെയാണ് ഇതിന്റെ വലുപ്പം അറിയുക. ഇത് പഠിപ്പിക്കുമ്പോൾ നമ്മൾ കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിലെ പൗലോസിന്റെ ഒരു തിയറി ഉണ്ട്. ആ തിയറി മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടേക്ക് നമുക്ക് പിന്നീട് വരാം. ഈ നിത്യത എന്ന പഠിപ്പിക്കൽ വേദപുസ്തകത്തിൻ്റെതല്ല എന്ന കാര്യം അറിഞ്ഞിരിക്കണമെന്ന് ആദ്യമേ ഓർപ്പിക്കുന്നു. ഇത് സെക്കുലർ സ്റ്റഡിയാണ്. മൂന്നാമത്തേത് വായിച്ചേ. Temporal eternity. താൽക്കാലിക നിത്യത. താൽക്കാലിക നിത്യത. താൽക്കാലിക നിത്യത കാലത്തെയും നിത്യതയെയും സമന്വയിപ്പിക്കുന്ന എന്നർത്ഥം. കാലത്തിന് നിത്യയ്ക്ക് ഇടയിലുള്ള ബന്ധം പര്യവേക്ഷണം ചെയ്യുന്ന ഒരു ആശയമെന്നാണ് പണ്ഡിതന്മാർ എഴുതി വച്ചിരിക്കുന്നത്. ഇങ്ങനൊരു നിത്യത ഉണ്ടോ? ഇവിടെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചില പദങ്ങൾ കൃത്യമായി അറിയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നിത്യതയെക്കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്ന ചില പദങ്ങൾ, അതിലെ ആശയങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് ഒരു ഇൻട്രൊഡക്ഷൻ സ്പീച്ച് ആണല്ലോ. ഇത് കൃത്യമായി ഗ്രഹിക്കുക. വായിക്കാം. Transcendent eternity. അതെ, ട്രാൻസെൻഡന്റ് ഇറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ അതീന്ദ്രിയ നിത്യത എന്നാണ് ഇതിന്റെ മലയാളം. അതീന്ദ്രിത നിത്യത. നിത്യത ഭൗതിക ലോകത്തിനപ്പുറമുള്ളതും തുടക്കമോ അവസാനമോ ഇല്ലാതെ അനന്തമായി വ്യാപിപ്പിക്കുന്നതുമായ ഒരു അവസ്ഥയെയോ യാഥാർത്ഥ്യത്തെയോ പ്രതിനിധീകരിക്കുന്ന അതിര് കടന്നതും നിത്യതയും എന്ന ആശയങ്ങളെ ഇത് സംയോജിപ്പിക്കുന്നു. ഇതാണ് അതിന്റെ ശരിയായ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നമ്മൾ ആദ്യമായിട്ടായിരിക്കും അല്ലേ നിത്യതയെക്കുറിച്ച് ഇങ്ങനെ 4 സെക്കുലർ സ്റ്റഡി കേൾക്കുന്നത്. ഇങ്ങനെ കേൾക്കാനായിട്ട് അവസരമൊരുക്കിയ ഫിലദൽഫിയ AG ഷാർജയിലെ കർത്തൃദാസനും പ്രിയപ്പെട്ടവർക്കും ഞാൻ സ്നേഹത്തോടെ വന്ദനവും നന്ദി അറിയിപ്പിക്കുകയാണ്. അവർക്ക് ഈ പ്രേരണ കൊടുത്ത ദൈവത്തിന് നമുക്ക് ഒന്നിച്ച് കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാം. നമുക്കൊരു അവസരം കിട്ടിയല്ലോ, ദൈവം അത് ഒരുക്കിയല്ലോ. നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇവിടെ ഈ കാര്യം വിശദമാക്കാനുള്ള സമയമല്ല, നമുക്ക് പഠിക്കാനുള്ളത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കൂടിയാകയാൽ പറഞ്ഞതേ ഉള്ളൂ. മെസ്സേജിൽ ഇത് അറിഞ്ഞിരിക്കണം. ഇങ്ങനെ 4 വിധ സ്റ്റാൻഡേർഡ് സ്റ്റഡി ലോകത്തിൽ കൊണ്ടു നടക്കുന്നുണ്ട്. ഇത് ബൈബിൾ കോളേജുകളിലും പഠിപ്പിക്കുന്നുണ്ട് എന്നതാണ് സത്യം. എന്നാൽ വേദപുസ്തകം എന്ത് പറയുന്നു എന്ന കാര്യത്തിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. അതിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഒരു കൊച്ചു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ചില സ്കോളേഴ്സിന്റെ കൺസെപ്റ്റ് എന്താണ് നമുക്ക് നോക്കാം. ആ കോൺസെപ്റ്റ് എന്താണ് എന്ന് വായിക്കാം. Eternity has no beginning but has the end. നിത്യതയ്ക്ക് തുടക്കമില്ല, പക്ഷെ അവസാനം ഉണ്ടെന്നാ.
നിത്യതയ്ക്ക് തുടക്കമില്ല. ഇത് ക്രിസ്ത്യൻ തിയോളജിയിലാണ് പഠിപ്പിക്കുന്നതെന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിൽ നിന്ന് ഉപദേശങ്ങൾ രൂപപ്പെട്ട് കുട്ടികളെ തെറ്റിക്കുന്ന പരിപാടിയുണ്ട്. ഇവിടെ അങ്ങനെയല്ല ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് ബൈബിളിലെ നിത്യത കൃത്യമായി അറിയണമെങ്കിൽ ഈ കോൺസെപ്റ്റും കൂടെ നമ്മുടെ അകത്ത് അറിയേണ്ടതാണ്. 2, Eternity has a beginning, no end. നിത്യതയ്ക്ക് തുടക്കമുണ്ട്, പക്ഷേ അവസാനമില്ല. നിത്യതയ്ക്ക് തുടക്കമുണ്ട്, പക്ഷെ അവസാനമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടല്ലോ? വളരെ ലളിതമായി ഞാൻ പറയുന്നു. ആദ്യം പറഞ്ഞത് നിത്യതയ്ക്ക് തുടക്കമില്ല, പക്ഷെ അവസാനമുണ്ട്. രണ്ടാമത് പറഞ്ഞത് നിത്യതയ്ക്ക് തുടക്കമുണ്ട്, പക്ഷെ അവസാനമില്ല. ഇനി നമ്മൾ ഒന്നിച്ചു പോകുന്നു. അടുത്തത് വായിച്ചേ. Eternity is a very long period of time. നിത്യത എന്ന് പറയുന്നത് വളരെ ദീർഘമായ ഒരു സമയമാണെന്ന, വളരെ ദീർഘമായ ഒരു സമയമാണ്. ഇതിനെക്കുറിച്ച് അധ്യായങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. ബൈബിളിലെ ചില വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് എഴുതിയ മിടുക്കന്മാരുണ്ട്. അവരുടെ കൊട്ടേഷൻസ് കൊണ്ടുവന്ന് നമ്മുടെ പ്രചരിപ്പിക്കുന്നവരുമുണ്ട്. അതിൽ ചെറിയവരും വലിയവരും ഉണ്ടെന്ന കാര്യം സങ്കടത്തോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ ദൂത് കേൾക്കുന്നവർ മനസ്സിലാക്കണം, ഇതല്ല വേദപുസ്തകം പറയുന്ന സ്ട്രക്ചർ എന്ന കാര്യം ഗ്രഹിക്കേണ്ടതാണ്. നമുക്കൊരു കാര്യം കൂടെ നോക്കാം. വായിച്ച്. ബ്രിട്ടാനിക് എൻസൈക്ലോപീഡിയ പറയുന്നത് പോലും ഞാൻ നോട്ട് ചെയ്യാണ് ഇവിടെ നിങ്ങളുടെ അറിവിന് വേണ്ടി. Eternity, timelessness, or the state of that which is held to have neither beginning nor end. തുടക്കവും ഒടുക്കവുമില്ല, സമയമില്ലാത്ത ഒന്നാണ് നിത്യത. ബൈബിൾ പറയുന്ന നിത്യത ഇതുമല്ല. റെജിപ്പാസിനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെയാണ് വേദപുസ്തകം പറയുന്ന നിത്യതയെക്കുറിച്ചുള്ള വ്യക്തമായൊരു വെളിപ്പാട് നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. ആമേൻ. ഒന്നുകൂടെ വായിച്ചേൻ സുനിൽ ഈ കാര്യം. Eternity, timelessness, or the state of that which is held to have neither beginning nor end. ഇത് ഒന്നുകൂടെ വായിപ്പിച്ചത് എല്ലാവരും മനസ്സിൽ. ബ്രിട്ടാനിക് എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞാൽ 36 വോളിയം മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു. ബെറ്റ വോളിയം ഉള്ളതാണ്. അത് നല്ലൊരു ആശയമാണ്, തള്ളിക്കളയേണ്ട ആശയമല്ല. പക്ഷെ ഇതിനേക്കാളും വിശാലമാണ് യേശുക്രിസ്തു പറഞ്ഞ നിത്യത, ബൈബിൾ പറഞ്ഞ നിത്യത, പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ച നിത്യത എന്നറിയാൻ ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? ദൈവം പറഞ്ഞത്, പരിശുദ്ധാത്മാവ് പറഞ്ഞത്, ക്രിസ്തു പറഞ്ഞ നിത്യത അറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് കടക്കണം. വായിച്ചതിന് ഇത് ഞാൻ നിങ്ങൾക്ക് പ്രൈസ് ദി ലോർഡ് വായിക്കാൻ മാത്രം തരികയാണ്. ഇത് ഒത്തിരി പേര് എഴുതിയ നിത്യതയെക്കുറിച്ചുള്ള വിഷയങ്ങളാണ്. സഹി ഇന്റർനാഷണൽ എഴുതിയിരിക്കുന്നു. വായിക്കാം. Enter it in peace. This is the day of eternity. നെക്സ്റ്റ്. Pictol. Enter it in peace. This is the day of immortality. അടുത്തത്. Yusuf Ali. Enter ye therein in peace and security. This is a day of eternal life. Shakir. Enter it in peace. That is the day of abiding. Muhammad Sarwar. They will be told, enter paradise in peace, and therein you will live forever. Mohsin Khan. Enter you therein in peace and security. This is the day of eternal life. Arbery. Enter it in peace. This is the day of eternity. നമുക്ക് ബൈബിളിൽ നിന്നൊരു വാക്യം വായിക്കാം. ഇനി ബൈബിളിലേക്ക് ഒന്ന് കടക്കണ്ടേ? പ്രൈസ് ദി ലോർഡ്. ബൈബിളിലേക്ക് ഒന്ന് കടക്കണ്ടേ? എല്ലാവർക്കും സന്തോഷമുണ്ടോ വേദപുസ്തകത്തിലേക്ക് ഒന്ന് കടക്കാൻ? റോമാലേഖനം 16-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യം വായിച്ചുകൊണ്ട് നിത്യതയുടെ കുറിച്ചുള്ള ക്ലാസ് ഉദ്ഘാടനം ചെയ്യുകയാണ് ഇവിടെ. റോമർ
16 chapter verses 24 to 26 വായിച്ചാട്ടെ. പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എന്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള മതി അത്രയും ഭാഗം ഞാൻ ഒന്ന് പറയുകയാണ് ഒരു മിനിറ്റിൽ. അവിടെ പറഞ്ഞിരിക്കുന്നത് നിത്യദൈവത്തെ കുറിച്ചാണ്. ഒപ്പം തന്നെ പറയുന്നു പൂർവകാലങ്ങളിൽ ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ മറഞ്ഞു കിടന്നിരുന്നു. നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചു പോകണം. പൂർവകാലങ്ങളിൽ മറഞ്ഞു കിടന്നിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നു പൂർവകാലങ്ങളിൽ. അപ്പൊ നിത്യദൈവം നിത്യതയിൽ നിൽക്കുമ്പോൾ തന്നെ കാലങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിത്യദൈവം നിത്യതയിൽ നിലനിൽക്കുമ്പോൾ തന്നെ കാലങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ കാലങ്ങളോട് ബന്ധപ്പെട്ട് നമുക്ക് അറിയേണ്ട വലിയൊരു കാര്യമുണ്ട്. അടുത്ത ബുധനാഴ്ച അതിന്റെ വിശദാംശത്തിൽ കടക്കാം. എന്നാൽ ഒരു വാക്ക് ഇവിടെ പറഞ്ഞു നിൽക്കട്ടെ. നിത്യദൈവം ആർക്ക് വേണ്ടിയാണ് കാലങ്ങൾ സൃഷ്ടിച്ചത്? പ്രൈസ് ദി ലോർഡ്. ആർക്ക് വേണ്ടിയാണ് കാലങ്ങൾ സൃഷ്ടിച്ചത്? തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 1-2 വാക്യം വായിച്ച് നമുക്കിവിടെ കുത്തിടാം. വായിച്ചാട്ടെ. തീത്തോസ് 1-ന്റെ 1-2. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം എന്നെ പരമേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തിയ ബോഷ്കില്ലാത്ത ദൈവം സകല കാലത്തിനു മുമ്പേ വാഗ്ദത്തം ചെയ്ത സകല കാലത്തിനു മുമ്പേ. ആ വാക്ക് നിങ്ങൾ നോട്ട് ചെയ്യുക. സകല കാലത്തിനു മുമ്പേ. പ്രൈസ് ദി ലോർഡ്. എന്ത് ചെയ്തു? വായിക്കാം. വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ ഒരു പ്രത്യാശ ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്. കാലങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത നിത്യനായ നിത്യദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ആമേൻ ആമേൻ. നമ്മൾ ജനിക്കും മുമ്പ്, നമ്മുടെ പിതാക്കന്മാർ ജനിക്കും മുമ്പ്, ആദാമിനെ സൃഷ്ടിക്കും മുമ്പ്, പ്രൈസ് ദി ലോർഡ്, പ്രപഞ്ചം സൃഷ്ടിക്കും മുമ്പ്, ദ ഹയസ്റ്റ് പാർട്ട് ഓഫ് ദ ഡസ്റ്റ് ഓഫ് ദ വേൾഡ് സൃഷ്ടിക്കും മുമ്പ്, ഇതിനൊക്കെ ഒരു വാക്കുകൊണ്ട് ഫ്രെയിം ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടി എന്റെ ദൈവം വാഗ്ദത്തം ചെയ്ത ചിലതുണ്ട് എന്നറിയുന്നവർ എത്ര പേരുണ്ട്? ആ വാഗ്ദത്തം ഓർത്തൊരു ഹല്ലേലൂയ പറയുവാൻ കരമടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഒന്നിച്ച് നമ്മുടെ കരമടിച്ച് ദൈവത്തെ ആരാധിക്കാം. വാഗ്ദത്തം ചെയ്ത ദൈവം പ്രൈസ് ദി ലോർഡ് നിത്യതയിൽ കാലങ്ങൾക്ക് മുമ്പേ ചെയ്തതാണ്. കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞാൽ സകല കാലങ്ങൾക്ക് മുമ്പ്, ഞാൻ ജനിക്കും മുമ്പ്, എന്റെ അപ്പൻ ജനിക്കും മുമ്പ്, പിതാക്കന്മാർ ജനിക്കും മുമ്പ്, ആദാം സൃഷ്ടിക്കപ്പെടും മുമ്പ്, പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടും മുമ്പ് എനിക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തതുണ്ടെങ്കിൽ ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഈ ക്ലാസ്സുകളിൽ ആ വാഗ്ദത്തം വ്യക്തികളിലേക്ക് വന്നു ചേരുവാൻ, കുടുംബങ്ങളിലേക്ക് വന്നു ചേരുവാൻ, അവരുടെ ജീവിതത്തിന്റെ വിവിധ ചര്യകളിൽ വന്നു ചേരുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാണ്.